ഹായ് ഓൾ, എല്ലാവർക്കും ഇബിക്സ് മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് SSC RRB പോലെ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. The height of a cylinder is 20 centimeter. The lateral surface area is 1760 centimeter square. Its volume is. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും നോക്കിയിരിക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് 20 സെന്റിമീറ്റർ എന്നാണ്. സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഇതാണ് സിലിണ്ടർ. സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സിലിണ്ടറിന്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ സിലിണ്ടറിന് ഹൈറ്റും ഉണ്ട് റേഡിയസ് ഉണ്ട്. അപ്പൊ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ലാറ്ററൽ സർഫസ് ഏരിയ, ഒരു സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ LSA കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2πRH എന്നാണ്. അതെത്ര നമുക്ക് തന്നിട്ടുണ്ട്? 1760 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഇറ്റ്സ് വോളിയം ആണ്. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πr²h എന്നാണ്. അപ്പോൾ നോക്കിക്കേ, വോളിയം കാണാനുള്ള ഇക്വേഷൻ πr²h ആണ്. അതിൻ്റെ അത് നമുക്ക് എച്ചിന്റെ വാല്യൂ അറിയാം 20 സെന്റിമീറ്റർ, പൈയുടെ വാല്യൂ അറിയാം 22/7. നമുക്ക് വേണ്ടത് എന്താ? റേഡിയസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വോളിയം കാണാൻ പറ്റും. അപ്പൊ റേഡിയസ് തന്നിട്ടില്ല. റേഡിയസ് കാണാൻ വേണ്ടി നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 1760 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, 2πRH ഈക്വൽ ടു 1760 ആണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു പൈയുടെ വാല്യൂ നമുക്ക് 22/7 എന്നെടുക്കാം. ഇൻറ്റു റേഡിയസ് നമുക്ക് അറിയില്ല, ഹൈറ്റ് എത്രയാണെന്ന് അറിയാം 20 is equal to എത്രയാ? 1760. നോക്കാം, ഈ 0 ക്യാൻസൽ ആകും. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് R is equal to 176 into 7 divided by 2 into 22 into 2. ഓക്കെ, 172/2 എത്രയാണ്? 88. 88/22 എന്താണ്? 4. 4 divided by 2 എന്താണ്? 2. അപ്പോൾ റേഡിയസ് എത്രയാണെന്ന് കിട്ടി? 14 എന്ന് കിട്ടി. അപ്പോൾ റേഡിയസ് 14. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വോളിയം കാണാനുള്ള ഇക്വേഷൻ πr²h ആണ്. നമ്മൾ എന്ത് ചെയ്യുക? പൈയുടെ വാല്യൂ 22/7 എന്ന് എഴുതുക. ഇൻറ്റു റേഡിയസ് എത്രയാണ്? 14² 14 ഇൻറ്റു 14 എഴുതാം. ഇൻറ്റു റേഡിയസ് ഹൈറ്റ് എത്രയാണ്? 20. നോക്കിയേ, 14 divided by 7 എത്രയാണെന്ന് കിട്ടും? 2. അപ്പോൾ ആൻസർ 22 ഇൻറ്റു 2 ഇൻറ്റു 14 ഇൻറ്റു 20 എന്ന് ലഭിച്ചു. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 22 ഇൻറ്റു 2 എന്താണെന്ന് കിട്ടും? 44 ഇൻറ്റു 14 ഇൻറ്റു 20. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് 44 ഇൻറ്റു 20 മൾട്ടിപ്ലൈ ചെയ്യാം. 44 ഇൻറ്റു 2 എന്താ? 88. അപ്പോൾ ആൻസർ 88. ഒരു 0 ഇട്ടാൽ മതി. 44 ഇൻറ്റു 20 കാണാൻ വേണ്ടി 44 ഇൻറ്റു 2 88. ഒരു 0 ആകുമ്പോൾ 880 ഇൻറ്റു 40. നമ്മൾ എന്ത് ചെയ്യുക? 88നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 88 ഇൻറ്റു 14. 8 ഇൻറ്റു 4 32, റിമൈൻഡർ 3. 8 ഇൻറ്റു 4 32 പ്ലസ് 3 35. 8 ഇൻറ്റു 1 8. 8 ഇൻറ്റു 1 8. ആഡ് ചെയ്യുമ്പോൾ 2. 8 പ്ലസ് 5 13. 8 പ്ലസ് 3 11. 11 പ്ലസ് 1 12. ആൻസർ 1232. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കിക്കുക 1232. ഒരു 0 ആഡ് ചെയ്യുക. വോളിയം ആയതുകൊണ്ട് വോളിയത്തിന് യൂണിറ്റ് എന്തായിരിക്കും? സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കുക. 12320. ആൻസർ ഏതാണ്? ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. രാജു ഡിവൈഡ്സ് 1200 in the ratio 2:1:3 among 3 of his friends. The amount equal to the sum of 3 times the largest share and 2 times the smallest share is. ഓക്കെ, നമുക്കിത് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. എന്നാൽ അല്ലാണ്ട് നോർമലി നമുക്കൊന്ന് ചെയ്തിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കി, നമ്മൾ രാജ് എത്ര രൂപയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 1200 ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2:1:3 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണ്? ഈ 1200നെ 2 + 1 + 3 2 + 1 + 3 എത്രയാ? 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 3 പാർട്ടാണ് ലാർജസ്റ്റ്. സ്മോളസ്റ്റ് ഏതാ? ഒരു പാർട്ട് വരുന്നതാണ് സ്മോളസ്റ്റ്. മൊത്തം 6 പാർട്ട് ആക്കിയാൽ
ലാർജസ്റ്റ് വരുന്ന 2:1:3 അപ്പം ലാർജസ്റ്റ് വരുന്ന 3 പാർട്ട്, സ്മോളസ്റ്റ് വരുന്ന 1 പാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 1 പാർട്ട് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, 1200 ഡിവൈഡ് ബൈ 6 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, 200 എന്ന് കിട്ടി. അതാണ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. എത്രയാണ്, 1 പാർട്ട് എന്ന് പറഞ്ഞാൽ 200 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എമൗണ്ട് ഈക്വൽ ടു ദ സം ഓഫ് 3 ടൈംസ് ദ ലാർജസ്റ്റ് ഷെയർ. അപ്പോൾ നമുക്കിവിടുന്ന് ലാർജസ്റ്റ് ഷെയർ എത്രയാണ്, 3 പാർട്ടാണ്. അപ്പം ലാർജസ്റ്റ് ഷെയർ 3 പാർട്ട്. അപ്പോൾ ആൻസർ എത്രയാണെന്ന് കിട്ടും, 200 ഇൻറ്റു 3. എത്രയുടെ ആൻസർ 600. ഇതാണ് ലാർജസ്റ്റ് പാർട്ട്. ഇനി സ്മോളസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞതാണ് ഒരു പാർട്ട് വരണം അല്ലേ. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 200 ആയിരിക്കും. അപ്പോൾ ലാർജസ്റ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലാർജസ്റ്റ് പാർട്ട് 600ഉം സ്മോളസ്റ്റ് പാർട്ട് 200. ഈ ചോദ്യം എന്താണ്, 3 ടൈംസ് ദ ലാർജസ്റ്റ് ഷെയർ ആൻഡ് 2 ടൈംസ് ദ സ്മോളസ്റ്റ് ഷെയർ. അപ്പോൾ ലാർജസ്റ്റ് ഷെയറിന്റെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 3 ഇൻറ്റു 600 എത്ര കിട്ടും, 1800. ഇനി 2 ടൈംസ് ദ സ്മോളസ്റ്റ് ഷെയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 200 എത്ര, 400. രണ്ടും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ആൻസർ എത്ര കിട്ടും, ആൻസർ 2200 എന്നാണ് ആൻസർ. ആൻസർ ഏതാണ്, ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ നോക്കാം. ശ്രദ്ധിച്ച്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്താണ്, 2:1:3. ഇനി ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യുക, 2:1:3 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 2 പാർട്ട്, ഒരെണ്ണം 1 പാർട്ട്, ഒരെണ്ണം 3 പാർട്ട്, അങ്ങനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ലാർജസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ലാർജസ്റ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ഈ 3 വരുന്നതായിരിക്കും. അതിന്റെ 3 നമുക്ക് വേണ്ടത് എമൗണ്ട് ഈക്വൽ ടു ദ സം ഓഫ് 3 ടൈംസ് ദ ലാർജസ്റ്റ് ഷെയർ ആൻഡ് 2 ടൈംസ് ദ സ്മോളസ്റ്റ് ഷെയർ. അപ്പോൾ 3 ടൈംസ് ദ ലാർജസ്റ്റ് ഷെയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലാർജസ്റ്റ് 3 അല്ലേ, അപ്പോൾ ആൻസർ 3 ഇൻറ്റു 3 പ്ലസ് 2 ടൈംസ് ദ സ്മോളസ്റ്റ് ഷെയർ. അപ്പോൾ ഇവിടുത്തെ സ്മോളസ്റ്റ് ഒരു പാർട്ടാണ്, അപ്പോൾ 2 ഇൻറ്റു 1 എത്ര കിട്ടും ആൻസർ, 3 ഇൻറ്റു 3 9. 9 പ്ലസ് 2 11 പാർട്ട്. ടോട്ടൽ വരുന്ന 11 പാർട്ടാണ് വേണ്ടത്. ഇത് നമുക്കറിയാം, ഈ 1200 നമ്മൾ എത്ര ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, 6 ആണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാ, 2 + 1 + 3, അപ്പോൾ 6 പാർട്ട് ആക്കുവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നമുക്ക് വേണ്ടത് 11 പാർട്ടാണ് വേണ്ടത്. നമ്മളിപ്പോൾ അതിനെ ടോട്ടൽ 1200 എന്ന് പറഞ്ഞാൽ എത്രയാ, 6 പാർട്ടാണ്. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു പാർട്ട് എന്ന് പറഞ്ഞത് 1200 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. എത്ര കിട്ടും ആൻസർ, 200. നമ്മുടെ 11 പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 11 ഇൻറ്റു 200 എത്രയുടെ ആൻസർ, 2200. ഇങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.